രാഹുലെ, ഇന്നത്തെ വാർത്തയിലെ മുഖ്യ താരകം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. മേഡത്തിൻ്റെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ മേഡം ആശുപത്രിയിലാണ്. അതിൽ കാരണക്കാരായ KSUക്കാരെ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നുള്ള പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? എന്താണ് ഈ കൊച്ചു കേരളത്തിൽ, രാഹുലിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അല്ല, ഇതിനകത്ത് കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുദ്രാവാക്യം തട്ടി ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് ഉളുക്ക് വീഴുകയും പിന്നീട് ആരോഗ്യമന്ത്രി ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിനെല്ലാം ശേഷം കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ എന്നോണം, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് എന്നോണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലായിടത്തും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത്രയും ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ളൊരു വിഷയം അവിടെ നടന്നിട്ടുള്ളൂ എന്നൊരു ചോദ്യം ബാക്കിയാണ്. പക്ഷേ ഇപ്പോൾ ഗോവിന്ദ മാസ്റ്ററുടെയൊക്കെ ഭാഷയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴുത്ത് ഞെരിച്ച് കൈയൊക്കെ പിടിച്ചൊടിക്കുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയിലും CPMൻ്റെ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസ്സുകാർക്കെതിരെ കൊലവിളി നടത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ, അതായത് ഈ വീണ ജോർജ് ആക്രമിക്കപ്പെട്ടു എന്നുള്ള, ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ അതിൽ ഏതോ ഒരു ചാനലിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് DYFI എന്ന് പറയുന്ന ഒരു യുവജന സംഘടനയുണ്ട്, അതിലെ കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം, നിങ്ങൾ തെരുവിൽ ആക്രമിക്കപ്പെടും എന്ന് കമന്റ് ഇടുന്നുണ്ട്. കാരണം DYFI ഇതാണ്, DYFIയുടെ ക്രിമിനൽ മൈൻഡ് ഇങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു കമന്റ്. ഇപ്പോൾ ആ ഒരു കമന്റിനെ സത്യമാക്കുന്ന രീതിയിലുള്ള അഴിച്ചുവിടപ്പെടുന്ന ആക്രമണങ്ങൾ. ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യുവജന സംഘടന എന്നുള്ള പേര് ഒരുപറ്റം ക്രിമിനലുകളെ വളർത്തി വിട്ടിട്ടുണ്ട് എന്നുള്ളത് മുൻപും KSUവിന്റെ കരിങ്കൊടി പ്രക്ഷോഭത്തിനിടയിലേക്ക് എന്താ പറയുന്നത്, അതിനൊരു വാക്ക് അവർ പറഞ്ഞിരുന്നു. എനിക്ക് ആ വാക്ക് രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ കരിങ്കൊടി കാണിക്കുന്ന BJP അനുഭാവികളെയും അതുപോലെ തന്നെ കോൺഗ്രസ് അനുഭാവികളെയും തെരുവിലിട്ട് ചവിട്ടിക്കൂട്ടി, പോലീസിന്റെ കൂടെ ചവിട്ടിക്കൂട്ടിയ DYFI ക്രിമിനൽ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ല, ഇത് തന്നെ ഇവിടെ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതിനിടയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങനെ കൊച്ചു കൊച്ചു വാർത്തകൾ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ചിട്ടില്ലേ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് പഴയ ചരിത്രം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യാത്ത ഏത് സമരമാണുള്ളത്? എന്തായാലും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കുഴിമാടം തോണ്ടുന്നതും, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കസാര കത്തിക്കുന്നതും, പഠിപ്പിക്കുന്ന അധ്യാപകയ്ക്ക് കരിയോയിൽ ഒഴിക്കുന്നതും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അധ്യാപകയെ എടിയെന്ന് വിളിച്ചുകൊണ്ട് നീ അനുഭവിക്കുമെന്നും പറഞ്ഞ് വൈസ് ചാൻസലർ റൂമിലേക്ക് കയറി എടിയെന്ന് വിളിക്കുന്നു. ഇവിടെ ചീത്ത വിളിക്കുന്ന എത്രയോ SFIക്കാരുണ്ടെന്ന് അറിയാമോ? പേടിച്ച് വിറച്ച് നടക്കുന്ന എത്രയോ അധ്യാപകരുണ്ടെന്നറിയാമോ? SFIക്കാരെ പേടിച്ച് നടക്കുന്ന എത്രയോ അധ്യാപകർ ക്യാമ്പസിലുണ്ടെന്നറിയാമോ? അതേപോലെ തന്നെ നിനക്കൊന്നും തിരിച്ചടിക്കാൻ കഴിവില്ലേ എന്ന് ചോദിക്കുന്ന അധ്യാപകരുമുണ്ട്. SFIക്കാരോട് നിനക്കൊന്നും തിരിച്ചടിക്കാൻ വഴിയില്ലെങ്കിൽ നീയൊക്കെ ഇറങ്ങിപ്പോകാൻ പറയുന്ന അധ്യാപകരുമുണ്ട്. എന്താണെങ്കിലും രാഹുലെ, ഈ ഒരു സംഭവം വീണ ജോർജിന്റെ ആ ഒരു എടുപ്പും അതെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് മാത്രമുള്ള പരിക്കുകളൊന്നും പുള്ളിക്കാരിക്ക് ആയിട്ടില്ല. ചെറുതായിട്ട് ഉളുക്കിയിട്ടുണ്ടാവാം, അത് സ്വാഭാവികം. നമുക്കാണെങ്കിലും ചില ദിവസങ്ങളിൽ രാവിലെ ആകുമ്പോഴേക്കും കഴുത്തിനെതിരെ ഉൾക്കൊണ്ടത് ആരോഗ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ, ആരോഗ്യം നോക്കേണ്ടത് കൊണ്ട് തന്നെ അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അതിനുശേഷം ഈ പറയുന്ന KSUവിന്റെ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുക്കുന്നു. പക്ഷെ FIR ഒക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പക്ഷെ ഇന്നലെയൊക്കെ DYFIയുടെ അവരുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSUക്കാര് തീക്കട്ട കൊണ്ടാണ് തല ചൊറിയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ആരാണ് തീക്കട്ട കൊണ്ട് തല ചൊറിയുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി തന്നെയാണ്. ആരോഗ്യമന്ത്രി എവിടെ നിന്നിട്ടാണ് ഈ നാടകം കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ നാടകം കളിക്കുന്നത്. രക്തരൂക്ഷിതമായ കണ്ണൂരിനെ പറ്റി എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അറിഞ്ഞു കേട്ടിട്ടുമുണ്ട്. അവിടെ നടക്കുന്ന ഓരോ ആക്രമണങ്ങളും ശരത് ലാലിന്റെ ആണെങ്കിലും കൃപേഷിന്റെ ആണെങ്കിലും ഷുഹൈബിന്റെ ആണെങ്കിലും ഇവരുടെ എല്ലാം രക്തം വീണ മണ്ണ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ്? തീക്കട്ട കൊണ്ട് തല ചൊറിയുന്നത് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു കലാപ ആഹ്വാനമാണ് എന്നാണ് രാഹുൽ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ഇന്നലെ ഈ സംഭവത്തിന് ശേഷം നടത്തിയിരിക്കുന്ന പ്രസ്താവന എടുത്തു വെച്ചു. ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന മതി. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് 2 KSUക്കാർ വന്നിട്ട് ഞെരിച്ചു, കൊല്ലട എന്ന് വിളിച്ചുകൊണ്ട് കൈ തല്ലി ഒടിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ കൈ പിടിച്ച് തിരിക്കുന്ന ഒരു സാഹചര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ സമരങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. ഇതിലും വലിയ സമരങ്ങൾ നടത്തുന്നുണ്ട്.
ഇതേ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുന്നിലേക്ക് കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കല്ലെറിഞ്ഞ് തല പൊട്ടിയ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യത്തിലും ഉമ്മൻചാണ്ടി പറഞ്ഞത് അവരെ വിട്ടേക്കാനാണ് പറഞ്ഞത്. അന്ന് വിട്ടു. പക്ഷെ അതിനുശേഷം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ സഖാവ് പറഞ്ഞിട്ടുള്ള പ്രസ്താവനയുണ്ട്, ഇത്രയും വലിയ കരിങ്കല്ല് ഉമ്മൻചാണ്ടിയുടെ മനസ്സിലാണ് കരിങ്കല്ലിരിക്കുന്നതെന്ന്. ആ കണ്ണാടി പൊട്ടിക്കാനുള്ള കല്ലൊന്നും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ലെന്ന്. അല്ല, അത് ഇപ്പൊ ഒരു വിഷയം നടക്കുമ്പോൾ അതിനെതിരെ ഉള്ള ആരോപണങ്ങളൊക്കെ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം, അത് കോൺഗ്രസിന്റെ, നമ്മൾ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി പറയേണ്ട. പറയുകയാണെങ്കിൽ കുറച്ച് ഔചിത്യം വേണം. ഈ പറയുന്നത് ആരാണ്? ഇത് ചെയ്തിട്ടുള്ള പാർട്ടിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗത്തും കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗത്തും ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തില് ഈ അന്നത്തെ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടങ്ങളെ മാറുന്നുള്ളൂ രാഹുലെ. രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് മാധ്യമങ്ങൾ ചുറ്റിനുമുണ്ട്. ആരോഗ്യമന്ത്രി പോകുന്ന സാഹചര്യത്തിൽ ചുറ്റിനും മാധ്യമങ്ങളാണ് നിൽക്കുന്നത്. മാധ്യമങ്ങൾ കാണാതെ ആരെങ്കിലും ആക്രമിക്കുമോ? അവിടെ ഇത്രയും വിഷ്വൽസ് നിൽക്കുന്നത് എന്തോ? ആരോഗ്യമന്ത്രി വെറുതെ പോകുന്ന സമയത്ത് കരിക്കൂടി കാണിച്ചാലല്ലോ. ആരോഗ്യമന്ത്രി ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ കൂടെ മാധ്യമങ്ങളും ഉണ്ട്. അപ്പൊ തന്നെ മാധ്യമങ്ങളെല്ലാം ഓടിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് നോക്കിയിട്ട് എന്താണ് പറഞ്ഞത്? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇവരെ പോലുള്ള ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നത് എന്നാണ്. എന്താണ് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് KSUക്കാർ അവിടേക്ക് വന്നത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതേ കാര്യങ്ങൾ ചെയ്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ പറയുമ്പോൾ ലേശം ഉളുപ്പൊക്കെ ആകാം. പിന്നെ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ സമരക്കാരോട് ആക്രോശിച്ചുകൊണ്ടില്ലെന്ന ആരോഗ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള സിസ്റ്റത്തിന്റെ പാളിച്ചകളൊന്നും തൻ്റേതല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യമന്ത്രി, ഞാൻ എന്താണ് ഇതിൽ കൂടുതൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ആരോഗ്യമന്ത്രി, സിസ്റ്റത്തിന്റെ വീഴ്ച ഉണ്ടായ സമയത്ത് ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, ഇത് എൻ്റെ കുഴപ്പമല്ല എന്ന് എടുത്തു പറഞ്ഞ ആരോഗ്യമന്ത്രി. ഏതെങ്കിലും ആരോഗ്യമന്ത്രി ഇന്നവരെ ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല എന്ന് പറയുന്നത്? ഈ സിസ്റ്റം ആരാണ്? ഇന്നവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല ആരാണ് സിസ്റ്റം, ആരാണ് സിസ്റ്റം ഉണ്ടാക്കേണ്ടത്. ഒരു പഴയ ഒരു മൊഴിയുണ്ട്, എന്താ, വെൻ സിസ്റ്റം ഫെയിൽസ് മെൻ ഡു. അതായത് സിസ്റ്റം പരാജയപ്പെടും, അല്ലെങ്കിൽ ഇവിടെ സിസ്റ്റം മുൻപോട്ട് കൊണ്ടുപോകേണ്ട മിനിസ്ട്രി അല്ലെങ്കിൽ ഈ പറയുന്ന മിനിസ്റ്റർ പരാജയപ്പെടുന്ന സമയത്ത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആരോഗ്യവകുപ്പ് തകരുന്നതിൻ്റെ മുൻപിൽ ആരോഗ്യവകുപ്പ് തകരാനുള്ള പൂർണ്ണമായ കാരണം വീണ ജോർജ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് പണി അറിയാത്ത കുറച്ച് ഡോക്ടർമാരുണ്ട്, അവരെ നിയന്ത്രിക്കേണ്ടതാണ് ആരോഗ്യമന്ത്രി. നമ്മൾ പണി അറിയാത്ത ഡോക്ടർമാരൊന്നും പറയില്ലേ? കേരളത്തിലെ ഡോക്ടർമാർ അത്രയും മികവുള്ള ഡോക്ടർമാർ വേറെ ആരുമില്ല. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറേ നാൾ അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ നിന്നിട്ടുള്ള ഒരാളാണ്. പലരുടെയും ആവശ്യത്തിന് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലെ ആശുപത്രിയിൽ ഞാൻ പലതവണ പോയിട്ടുള്ളതാണ്, പലതവണ കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. ഇവിടുത്തെ തന്നെ പല ആശുപത്രികളും നമ്മൾ പല ആളുകളുടെയും കൂടെ പോയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, പ്രശാന്തേട്ടൻ്റെ തന്നെ കാര്യം എടുത്തു വെച്ച് നോക്കൂ. കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട് വണ്ടിയിൽ നിന്നൊരു ആക്സിഡന്റ് ആയിട്ട് ആലുവ താലൂക്ക് ആശുപത്രിയിൽ പോയി. അവിടെ ചികിത്സ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒരു ചെറിയ ഇതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ്? എക്സ്റേ എടുക്കാൻ അവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചത്? ചികിത്സ കൊടുക്കാൻ അവിടെ സംവിധാനങ്ങളില്ല. ഒരു കെട്ടാൻ ബാൻഡേജ് വാങ്ങിക്കാൻ അടുത്തൊരു മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ലാത്തൊരു സാഹചര്യം. കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ് പറയുന്നത്. കൊടുക്കാൻ നമ്മൾ പോകേണ്ടി വന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ഭീമമായ തുക മുടക്കിയതിന് ശേഷമാണ് കൈ ഒന്ന് റെഡിയായി വന്നത്. അതെ, അത് ആരുടെ പാളിച്ചയാണ്? അത് ആരോഗ്യവകുപ്പിന്റെ പാളിച്ചയാണ്. ഇങ്ങനെയുള്ള സിസ്റ്റമല്ല. ഈ ഏത് താലൂക്ക് ആശുപത്രി ആണെങ്കിലും ഏത് സാധാരണ ആശുപത്രി ആണെങ്കിലും ഒന്ന് ചെന്ന് നോക്കൂ. അവിടെ ഡോക്ടറെ കാണാൻ വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ മരുന്ന് വാങ്ങിക്കണമെങ്കിൽ 4-5 മണിക്കൂർ ക്യൂ നിൽക്കാതെ മരുന്ന് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പല മരുന്നുകളും ഇല്ല, മരുന്നുകൾ ഇല്ലാത്ത സാഹചര്യം പോട്ടെ, 4 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഒരു വയ്യാതെ വരുന്ന ഒരാളായിരിക്കും പോകുന്നത്. അയാൾ ഡോക്ടറെ കണ്ടിട്ട് 4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ക്യൂ നിന്ന് വരിയിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ്, ഇവിടെ തരാൻ ഞങ്ങളുടെ ഈ മരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ 4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരുന്നത്? കൃത്യമായിട്ടുള്ള സ്റ്റാഫുകളില്ല. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അർജന്റായിട്ട് എന്തിനാണ് ഈ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തത്?
കേരളത്തിൽ ഒരു ആശുപത്രിയിലും കൃത്യമായിട്ട് സ്റ്റാഫ് ഇല്ല, കൃത്യമായിട്ട് ഡോക്ടർ ഇല്ല. നമ്മൾ നിൽക്കുന്ന ആലുവയിലാണ്. ആലുവ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര ഡോക്ടർമാരുണ്ട്? ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർമാരെ കാണാൻ കഴിയും? ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഒട്ടും വയ്യാത്തൊരു സാഹചര്യത്തിൽ ഫുഡ് പോയിസൺ അടിച്ച് ഞാൻ ഛർദ്ദിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ആശുപത്രിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ചികിത്സയില്ല. എന്തുകൊണ്ട് ചികിത്സയില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ രോഗികളെല്ലാം ഇങ്ങനെ ക്യൂ നിന്ന് അങ്ങേ അറ്റം വരെ നിൽക്കുകയാണ്. അപ്പുറത്തുള്ളത് ഒരു ഡോക്ടറാണുള്ളത്. ആ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ വന്നിട്ടുള്ള ഈ പ്രതികളുണ്ട്. ഇവർക്ക് റിപ്പോർട്ട് എഴുതി കൊടുക്കണം. 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും ഈ റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ. ആ 2 മണിക്കൂർ ആ ക്യൂല് ആളുകൾ നിൽക്കണം. അവസാനം നിൽക്കക്കള്ളി ഇല്ലാതെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഏകദേശം 10-15,000 രൂപ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒന്ന് ആലോചിച്ചു, ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നതാണോ? ഒരിക്കലും അല്ല. ഒന്നാമത്തെ കാര്യം അല്ല, നമ്മുടെ അവസ്ഥയാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇപ്പോ ഞാനിന്ന് ഫുഡ് പോയിസൺ അടിച്ച് ഛർദ്ദിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവിടെ ചെല്ലുമ്പോൾ ക്യൂ ആണ്. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ക്യൂ ആണ്. എന്നെ അവിടെ ഇരുത്തിയിട്ട് സുഹൃത്ത് അവിടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം അത് അനങ്ങുന്നില്ല. അനങ്ങാത്ത സാഹചര്യത്തിൽ അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് ഡോക്ടർ ഇല്ല. ആകെയുള്ള ഒരു ഡോക്ടറാണുള്ളത്. രാത്രിയിലാണ്, ഏകദേശം ഒരു 8 മണി 9 മണി സമയത്താണ്. ഒരു ഡോക്ടറാണുള്ളത്. ആ ഡോക്ടർ നോക്കുന്നത് പോലീസുകാർ വന്നിട്ടുള്ള പ്രതിയാണ്. ആ പ്രതിയെ നോക്കണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, ഇതെപ്പം കഴിയുന്നു? 1 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജനസേവകർക്ക് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് വിദേശത്ത് പോയിട്ടാണ് ചികിത്സ. നേരെ മറിച്ച് അവരുടെ ചികിത്സ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ജനനായകർ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർ എത്തിയിരുന്നുവെങ്കിൽ, ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള ഒരവസ്ഥ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഡോക്ടർമാരുണ്ടായിരുന്നു. പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. പ്രവർത്തിക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്റ്റാഫ് ഇല്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടാണ്. വൃത്തിയുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അവിടെ വരുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ല. ഒരേ സമയം തന്നെ ഒരു ഡോക്ടർ 40-50 ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സാഹചര്യം. അല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഡോക്ടർ നിന്ന് ഒറ്റ തിരിപ്പിലാണ് 40-50 ഓപ്പറേഷൻ ചെയ്യുന്നത്. എങ്ങനെ സാധിക്കും? ഒരു ഡോക്ടർ കാണുന്നത് 500-1000 പേരെയാണ്. എന്തുകൊണ്ടാണ്? ഡോക്ടർമാരുടെ ലഭ്യത കുറവാണ്. ഡോക്ടർമാരെ കൃത്യമായിട്ട് നിയമിക്കാൻ കഴിയാത്ത. ഞാൻ പറയട്ടെ, ആരോഗ്യ വകുപ്പിൽ കാശില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇവിടെ ഖജനാവ് കാലിയായതുകൊണ്ട് ആശുപത്രിയിൽ കൊടുക്കാൻ പണമില്ല. ആശുപത്രിയിൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ കാശില്ല. ഡോക്ടർമാർക്ക് കൊടുക്കാൻ കാശില്ല. നഴ്സുമാർക്ക് കൊടുക്കാൻ കാശില്ല. നഴ്സുമാർ സമരത്തിൽ പോയിരിക്കുകയാണ്. 40,000 രൂപ അവർക്ക് അടിസ്ഥാന ശമ്പളം വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? രാവിലെ തൊട്ട് വൈകുന്നേരം തൊട്ട് വെളുപ്പാങ്കാലം വരെയും മാറി നിന്ന് ഡ്യൂട്ടി ചെയ്യുന്നതാണ്. ഒരു മനുഷ്യജീവനാണ് എന്നുള്ള പരിഗണന പോലും പല നഴ്സുമാർക്കും കൊടുക്കത്തില്ല. ഇവർ ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പാളിച്ചയാണ്. സിസ്റ്റം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നിർത്തി അവരെ ഒരു മനുഷ്യരായിട്ട് പോലും കാണാത്ത സാഹചര്യത്തിൽ കൊണ്ടുപോകുമ്പോൾ ഉറക്കമൊന്നും ഇല്ലാതാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് സ്വഭാവത്തിലും പ്രകടിപ്പിക്കും. എന്താണെങ്കിലും ആരോഗ്യരംഗത്തെ തകർച്ചയുടെ പേരിൽ ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെടുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു രീതി, അത് ഒരിക്കലും ആരോഗ്യ മേഖല തകരുമ്പോ ആരോഗ്യമന്ത്രി അല്ലാതെ പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ പോയി കരിങ്കൊടി കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ജലവികാസ വകുപ്പ് മന്ത്രിയെ പോയി കരിങ്കൊടി കാണിക്കാൻ പറ്റുമോ? കരിങ്കൊടി കാണിച്ചു എന്നുള്ളത് ശരി, പക്ഷേ അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി ഇവിടെ ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചു, എല്ലാ KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും കോൺഗ്രസ്സുകാരെയും കയറി തല്ലിക്കോ, അവരുടെ പാർട്ടി ഓഫീസുകളെല്ലാം തല്ലി പൊളിച്ചോ, അവരുടെ കൊടിമരങ്ങളെല്ലാം എടുത്തു കളഞ്ഞു എന്ന് പറയുന്നതാണോ ശരിയായ നിലപാട്? ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്കിടയിൽ വർഗീയ കലാപമില്ലാത്ത അല്ലെങ്കിൽ കലാപമില്ലാത്ത ഭരണം എന്നാണ്. ഇപ്പോൾ ഭരണം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഒരു കലാപ ആഹ്വാനം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ കുട്ടികൾ, അങ്ങനെ തന്നെ പറയണം, ഡിഫി കുട്ടികൾ, കുറച്ചുകൂടി പറഞ്ഞാൽ ഇപ്പോഴത്തെ യുവതലമുറ ഭാഷ പറഞ്ഞാൽ ഡിഫി കുട്ടികൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളല്ല, ഗുണ്ടകളാണെന്ന് തന്നെ പറയണം. രക്ഷാപ്രവർത്തന സംഘങ്ങൾ. എന്താണെങ്കിലും കലാപങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഈ പ്രശ്നം ഇങ്ങനെ അങ്ങ് അവസാനിച്ചു പോട്ടെ. എന്താണെങ്കിലും മാരകായുധങ്ങളുമായി ആക്രമിച്ചതൊന്നും ശരിയല്ല രാഹുലേ.